പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയാൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. കർത്താവിന്റെ വചനം പറയുന്നു, 1 കൊരിന്ത്യസ് 2-ാം അധ്യായം 9-ാം വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകൾ എത്ര വലുതാണെന്ന് കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് നന്ദി പറയാം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യനായ പത്രോസിനോട് ചോദിച്ചു, ശിമോൻ പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പരിശുദ്ധനായ പത്രോസ്ലീഹ പറഞ്ഞു, ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്ന യേശുവേ. വലിയ ആഗ്രഹത്തോടെ, വലിയ ദാഹത്തോടെ, എല്ലാറ്റിനേക്കാൾ ഉപരിയായി യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഹൃദയം തുറന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. യേശുവിനെ കണ്ടുകൊണ്ട് ചേർന്ന് പാടാം. നീ എനിക്കായി ചെയ്ത നന്മകൾ ഓർത്ത് എന്റെ യേശുവേ, നീ എനിക്ക് ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, യേശുവേ, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. യേശുവേ, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. യേശുവേ, ഹല്ലേലൂയ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്നേഹിക്കില്ല ഞാൻ യേശുവേ. യേശുവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. യേശുവേ,
ചെയ്തതും ആമേൻ. നീ എനിക്കായി ചെയ്തതും യേശുവേ, നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, യേശുവേ, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, നീ ചെയ്ത നന്മകൾ ഓർത്ത് ഹല്ലേലൂയ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ജീവനുള്ളവനുമാകുന്നു. ഇതാ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പായി രൂപം കൊണ്ട നിമിഷം മുതൽ നമ്മുടെ അന്ത്യം വരെയും നമ്മെ വഴി നടത്തുവാൻ മതിയായവനായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് അന്ത്യനും അന്ത്യനുമായ യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്ന കർത്താവേ, നിത്യജീവനായ യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്ന കർത്താവേ. സ്നേഹത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. മന്ദിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ, ആദ്യനും മന്ദിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ, ആദ്യനും മന്ദിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. യേശുവേ, യേശുവേ, അംഗീകാർ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. യേശുവേ, അംഗീകാർ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. യേശുവേ, അംഗീകാർ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. യേശുവേ, നീ എനിക്കായി ചെയ്തതും, യേശുവേ, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഞങ്ങളെ ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. യേശുവേ അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. യേശുവേ അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. യേശുവേ അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നേരിക്കാഴ്ചകളൊക്കെയും ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. പരിശുദ്ധനായ ദൈവമേ, ബലവാനായ ദൈവമേ, മരണമില്ലാത്തവനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനെ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ, ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനായ കർത്താവായ യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇതുവരെ ഞങ്ങളെ നടത്തി നിന്റെ വലിയ കരുണയ്ക്കായി, കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടുത്തെ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങൾ പലപ്പോഴും വീണുപോയപ്പോൾ ഞങ്ങളെ കരം പിടിച്ചുയർത്തിയ നിന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പറയുന്ന കർത്താവേ. എല്ലാ മഹത്വം അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്, എല്ലാ ആരാധനയും അങ്ങേക്ക്. അവിടുന്ന് മാത്രം പരിശുദ്ധൻ. ഹല്ലേലൂയ നമ്മുടെ ദൈവം ഓരോ നിമിഷവും നമുക്ക് ജയം നൽകുന്ന ദൈവമാണ്. ജീവിതത്തിൽ പലപ്പോഴും വീണു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ നമ്മെ കരം പിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹം, അമ്മയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പായി രൂപം കൊണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെയും നമ്മെ കരം പിടിച്ച് നടത്തിയ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പറയാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിന്റെ കൃപയാണ്. കൃപ എന്ന വാക്കിന്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനം. ദൈവം ദാനമായി നൽകിയതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ദൈവം നൽകിയ സകല വാഗ്ദാനങ്ങൾക്കുമായി, അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എത്രത്തോളം നമുക്ക് ജയം നൽകിയ ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഓരോ നിമിഷവും നമ്മെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി നടത്തണമേ എന്ന് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോലെ.
തിരുഹിതം പോ. നീ ഞങ്ങളെ നടത്തിയ വിധങ്ങളോർത്ത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങൾ നിന്നതല്ല, നീ ഞങ്ങളെ നിർത്തിയതാണ്. നീ ഞങ്ങളെ നടത്തിയ വിധങ്ങളോർത്ത് ഞങ്ങൾ നന്ദിയോടെ നിന്നെ ആരാധിക്കുന്നു. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. ആമേൻ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. യേശുവേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. ആമേൻ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ, നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകൾ അസ്തമിച്ചു പോയിടുമ്പോൾ, നാം സ്നേഹിച്ചവർ നമ്മെ ഒറ്റപ്പെടുത്തി അകന്നു പോകുമ്പോൾ, സ്നേഹത്താൽ വീണ്ടെടുത്തവനായ സർവശക്തനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു നമ്മെ കരം പിടിച്ചു നടത്തും. ആ വലിയ ദൈവത്തെ, വലിയവനായ ദൈവത്തെ സന്തോഷത്തോടെ നമുക്ക് ആരാധിക്കാം. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സ്നേഹത്താൽ വീണ്ടെടുത്തവൻ, സ്നേഹത്താൽ വീണ്ടെടുക്കുമേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കുമേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഉയർത്തില്ലെന്ന് ശത്രു നമ്മളെ കണ്ടു വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതി മുഴക്കുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തിയെയും ചവിട്ടുവാൻ അധികാരം നൽകിയവനായ ദൈവം, അവൻ നമുക്ക് ജയം നൽകും. ആ ദൈവത്തെ സന്തോഷത്തോടെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് നീതിയും മുഴക്കിടുമ്പോൾ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് നീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവൻ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം.
ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രത്തോളം ഇതുവരെ കരുതിയ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് വേണ്ടി സ്വർഗം വിട്ടെഴുന്നള്ളി വന്ന് നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തെ, അത്ഭുത മന്ത്രിയായ ദൈവത്തെ, സമാധാന പ്രഭുവായ ദൈവത്തെ, ഇന്നും ജീവിക്കുന്ന ഏക സത്യനിത്യ ദൈവമായ കർത്താവായ യേശുവിനെ ഹൃദയം തുറന്ന് ആരാധിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവമേ, ഇനി ഞങ്ങളെ ജയോത്സവമായി നടത്തുവാൻ അവിടുന്ന് മതിയായ ദൈവമാകിയാൽ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുന്ന് മാത്രം പരിശുദ്ധൻ, അവിടുന്ന് മാത്രം സർവശക്തൻ, അവിടുന്ന് മാത്രം ഇന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവം. ഞങ്ങൾ ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധനായവനേ, ബലവാനായ ദൈവമേ, മരണമില്ലാത്തവനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനേ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമേ, യേശുവേ, യേശുവേ, യേശുവേ.